ഹായ്, ഹലോ, വെൽക്കം ടു IAGC പോഡ്കാസ്റ്റ്. ഞാൻ നിങ്ങളോടൊപ്പം നവാസ് കട്ടച്ചിറ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ ലളിതമായ പക്ഷേ അത്രയും തന്നെ ആഴമുള്ള ഒരാശയത്തെക്കുറിച്ചാണ്. അതായത് 6 and 9 തിയറി. ഇതൊരു ചെറിയ ഉദാഹരണം, എന്നാൽ അതിൻ്റെ ഉള്ളടക്കം വളരെ വലുതും ജീവിതത്തിൽ വളരെ പ്രായോഗികവുമാണ്. ഒരാൾ നിലത്ത് എഴുതിയിരിക്കുന്ന ഒരക്കം നോക്കുന്നു. അയാൾ പറയുന്നു, ഇത് 6 ആണല്ലോ. അതേ അക്കം മറുവശത്ത് നിന്ന് മറ്റൊരാൾ പറയുന്നു, അല്ല, ഇത് 9 ആണ്. ഇവിടെ ആരാണ് ശരി, അല്ലെങ്കിൽ ആരാണ് തെറ്റ്? സത്യത്തിൽ ഇവർ രണ്ടുപേരും ശരിയാണ്, തങ്ങളുടേതായ പേഴ്സ്പെക്റ്റീവ് അഥവാ ദൃഷ്ടികോണിൽ നിന്ന്. ഇതേ സംഭവമാണ് 6 and 9 തിയറി നമ്മെ പഠിപ്പിക്കുന്നത്. ഈ മാതൃക നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. ഒരു സംഭവത്തെ നിങ്ങൾ ഒരു തരത്തിൽ കാണുമ്പോൾ മറ്റൊരാൾക്ക് അതിൽ പൂർണ്ണമായും വ്യത്യസ്തത അനുഭവപ്പെടാം. ഇത് വിശ്വാസങ്ങളിലാകട്ടെ, അനുഭവങ്ങളിലാകട്ടെ, ആശയവിനിമയത്തിലാകട്ടെ. ദൃഷ്ടികോൺ അഥവാ പേഴ്സ്പെക്റ്റീവ് ജീവിതത്തിൽ പലപ്പോഴും സത്യവും അർത്ഥവും നമ്മൾ കാര്യങ്ങളെ എങ്ങനെ കാണുന്നു എന്നതനുസരിച്ചാണ് രൂപപ്പെടുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒരു തർക്കത്തിൽ ഇരുപക്ഷവും തങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് മാത്രം കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ എന്താകും ഫലം? ചർച്ച ബഹളമാവും, തെറ്റിദ്ധാരണയാകും, ബന്ധങ്ങൾ ഉലയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, സത്യം എന്നതിന്, അതായത് മെഷർ ഓഫ് ട്രൂത്ത്, എല്ലായിടത്തും ഒരേ തരത്തിലുള്ള സ്ഥിരമായ മാനദണ്ഡം ഉണ്ടെന്ന് കരുതുന്നത് ശരിയല്ല. 6-9 സിദ്ധാന്തം നമ്മളോട് പറയുന്നത് മനസ്സിൻ്റെ തുറന്ന തത്വമാണ്. പലപ്പോഴും ഒരാളുടെ അഭിപ്രായം എങ്ങനെ രൂപപ്പെടുന്നു എന്നത് അവൻ്റെ അനുഭവങ്ങളും പശ്ചാത്തലവുമാണ് നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരാളുടെ കാഴ്ചപ്പാടുകൾക്ക് സ്ഥാനം നൽകുന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് ബുദ്ധിയുടെ പ്രതീകമാണ്. ഇനി ഒരാൾ നിങ്ങളോട് യോജിക്കാതിരിക്കുമ്പോൾ അവർ എന്തിനാണ് അത് വ്യത്യസ്തമായി കാണുന്നതെന്ന് നമുക്ക് ചിന്തിക്കാം. ഒരേ കാര്യത്തെ അവർ 9 കാണുമ്പോൾ നമ്മൾ അതിനെ 6 കാണുന്നത്. ഓർക്കുക, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടുള്ള ബഹുമാനം, തുറന്ന മനസ്സോടുള്ള സമീപനം, വ്യത്യസ്ത ചിന്തകളെ സ്വീകരിക്കാനുള്ള ശേഷി, ഇവയൊക്കെ ഇന്ന് നമുക്ക് വളരെ അത്യാവശ്യമാണ്. താങ്ക് യു ഫോർ ലിസണിങ്. ബൈ ഫോർ ടുഡേ.